ഒക്കെ ദീനിന്റെ ഖിദ്മത്തിൽ ഹബീബായ തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ സ്വലാത്ത് ഇന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് മഹല്ല് ജമാഅത്തിൽപ്പെട്ട ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പൻ്റെ മഹല്ല് ജമാഅത്തിലെ മെമ്പറായ അവിടുത്തെ കമ്മിറ്റി മെമ്പറൊക്കെ ആയ മൊയ്തുട്ടി ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ലിവറിന് വലിയ പ്രശ്നം. ലിവർ ഇങ്ങനെ ചുരുങ്ങി വരിക, ശരീരം മൊത്തം നീര് കെട്ടി വീർത്തിട്ട് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വലിയ ദയനീയാവസ്ഥ. അങ്ങനെ അവര് നേരെ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാരുടെ ചെക്കപ്പുകളും ചികിത്സയിലുമായിട്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് വലിയ ഓപ്പറേഷൻ ചെയ്യണം. ചെയ്താൽ തന്നെ ഒരു 40% ഞങ്ങൾക്ക് വിജയം പറയാൻ പറ്റൂല. ഏകദേശം ഒരു 40 ലക്ഷത്തോളം രൂപ ചെലവ് വരും. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരോട് ആരോ പറഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ എറണാകുളമുണ്ട്, അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി ഇളവ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഡിസ്ചാർജ് വാങ്ങിയിട്ട് എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു മാസത്തോളം അവിടെ അഡ്മിറ്റിലായിട്ട് ഡോക്ടർമാരുടെ പരിശോധനയും മരുന്നും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് അവസാനം അവർ പറഞ്ഞ് റിപ്പോർട്ട് നൽകിയിട്ട് പറഞ്ഞു, വലിയ ഓപ്പറേഷൻ നടത്തണം, അല്ലാതെ മരുന്ന് ഫലിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് വളരെ അത്യാസന്ന നിലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, ഒരു 40 ലക്ഷത്തോളം ഉറുപ്പിക ചെലവ് വരുമെന്ന് അവിടുന്ന് പറഞ്ഞ അതേ നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. എന്ത് ചെയ്യണം എന്നറിയാതെ കുടുംബം വിഷമിച്ചുകൊണ്ട് അവരോട് ആരോ പറഞ്ഞിങ്ങനെ ബായാർ എന്ന് പറഞ്ഞ സ്വലാത്ത് നടക്കുന്ന സ്ഥലമുണ്ട്, എത്രയോ മാരകമായ ക്യാൻസർ. ഞാൻ കഴിഞ്ഞ സമയം പറഞ്ഞിട്ടുണ്ട്, സെപ്റ്റംബർ 5-ാം തീയതി വ്യാഴാഴ്ച 4 സ്റ്റേജ് കഴിഞ്ഞ് ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് മെഡിസിനില്ലെന്ന് പറഞ്ഞു മംഗലാപുരം ഹോസ്പിറ്റലിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാര് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാതെ റിജക്ട് ചെയ്തിട്ട് ആംബുലൻസിൽ താങ്ങിപ്പിടിച്ച് ബോധമില്ലാതെ നമ്മുടെ ഈ മുജമ്മന്റെ ഈ പോസ്റ്റിന്റെ അടുത്തേക്കാണ് ആംബുലൻസ് വന്നത്. ഇവിടെ വന്നു അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞു, മന്ത്രിച്ചു. ഈ മഹത്തായ മജ്ലിസിൽ കൂടാൻ നിയ്യത്ത് പറഞ്ഞു. 20-ാം തീയതി സെപ്റ്റംബർ 20-ാം തീയതി ഇങ്ങോട്ട് വരണം, നിയ്യത്ത് ചെയ്യാൻ പറഞ്ഞു. കുടുംബം മൊത്തം മരണത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിൽപ്പിൽ അത്യാസന്ന നിലയിൽ ബോധമില്ലാത്ത അബ്ദുൽ ഹമീദിനെ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ യാസീൻ ഓതിയിട്ട് മുബീനത്തുമ്പ മന്ത്രിച്ച് ഏകദേശം രാത്രി 11:30-12 മണിയോടടുക്കുമ്പോ അബ്ദുൽ ഹമീദിന് ബോധം വന്നു. പിറ്റേന്ന് സുബഹിക്ക് സെപ്റ്റംബർ 6-ാം തീയതി ഹമീദിന്റെ അനുജൻ ഇവിടെ വന്നിട്ട് റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഒരു ബോട്ടൽ വെള്ളവുമായിട്ട് തങ്ങളെ സന്തോഷം പറയാൻ വന്നതാണ്. ഇച്ച എഴുന്നേറ്റിരുന്നു, ചായ കുടിച്ചു, എഴുന്നേറ്റ് നിൽക്കുന്നു, ആഫിയത്തുണ്ട്. അത് കഴിഞ്ഞ് ഞാനിത് പല സദസ്സിലും പറഞ്ഞതുകൊണ്ട് ചുരുക്കുകയാണ്. സെപ്റ്റംബർ 12-ാം തീയതി വ്യാഴാഴ്ച അസറിന്റെ ശേഷം ഒരാളും പിടിക്കാതെ സഹായമില്ലാതെ അബ്ദുൽ ഹമീദ് നടന്നുകൊണ്ട് നമ്മുടെ മുജമ്മന്റെ പള്ളിയുടെ റൂമിലേക്ക് വന്നു. 20-ാം തീയതി സ്വലാത്തിന്റെ സദസ്സിലേക്കും വന്നു. ഇതുപോലെ ഇന്നും ആ അബ്ദുൽ ഹമീദ് ഉണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് വന്നപ്പോ ഞാൻ ചോദിച്ചു, ഹമീദെ വല്ല മരുന്നുണ്ടോ? തങ്ങളെ വെള്ളം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ. ആ ഹമീദ് ഇപ്പോഴും ഈ സദസ്സിലുണ്ടാകും. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിങ്ങളൊരു 3 സ്വലാത്തിന് അവരാരോ പറയുന്നത് കേട്ടു. ബായാറിൽ വന്നു ഒരു അസറിന് ശേഷം വ്യാഴാഴ്ച ഉമ്മാനെ താങ്ങിയെടുത്തു. മക്കളെല്ലാവരും കൂടെ നീര് കെട്ടി വീർത്ത് മുട്ടിയ സ്ഥിതിയിൽ മലപ്പുറത്ത് നിന്ന് നേരെ എറണാകുളം ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞൊരു 3 സ്വലാത്തിന് ഇവിടെ കൂടാൻ നിയ്യത്ത് ചെയ്തോളി. ഇതുപോലുള്ള ഒരുപാട് സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആഫിയത്ത് കിട്ടും എന്ന് പറഞ്ഞു. അള്ളാന്റെ ഹബീബ് അക്മലുൽ ഖൽഖാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ അവര് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് സ്വലാത്തിൽ കൂടാൻ നിയ്യത്ത് ചെയ്ത് യാസീൻ ഓതി മന്ത്രിക്കാനും പറഞ്ഞു. അവര് പോയി. ഏകദേശം മാസം അടുത്ത സ്വലാത്തിന് കൂടി 2 സ്വലാത്ത് കഴിയുന്നതിനിടയിൽ തന്നെ ഈ സഹോദരി എഴുന്നേറ്റിരിക്കാനും ഭക്ഷണം കഴിച്ചാൽ ഛർദിയില്ല, പ്രയാസമില്ല, നടക്കാൻ ബുദ്ധിമുട്ടില്ല, പൂർവ്വസ്ഥിതിയിൽ മുമ്പത്തെ പോലുള്ള അതേ ആരോഗ്യസ്ഥിതിയിലെത്തി. ഇവർക്ക് അത്ഭുതം തോന്നി. അവസാനം CMC ഹോസ്പിറ്റലിൽ പോയി. തമിഴ്നാട് വെല്ലൂരിലെ കാട്ട്പാടി CMC ഹോസ്പിറ്റൽ, അവിടുത്തെ റിപ്പോർട്ടാണ്. അവിടെ പോയി ഒരാഴ്ചയോളം ഡോക്ടർമാർ മുമ്പുള്ള റിപ്പോർട്ട് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത്
രോഗിയിൽ ഇത് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല, അതുകൊണ്ട് ഒരാഴ്ച ഇവിടെ അഡ്മിറ്റ് ആയിട്ട് ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞു. മണിക്കൂറുകൾ ഇടവിട്ട്, ദിവസങ്ങൾ ഇടവിട്ടിട്ട് വിദഗ്ധന്മാരായ CMC ഹോസ്പിറ്റലിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഈ രോഗിയെ പരിശോധന നടത്തിയിട്ട്, ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു. ഈ മുമ്പുള്ള റിപ്പോർട്ടും ഈ റിപ്പോർട്ടും കാണിച്ചിട്ട് ഈ സഹോദരിയിൽ, ഈ ഉമ്മയിൽ ഇങ്ങനെ ഒരു രോഗമുള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഒരു മരുന്ന് തരേണ്ട രോഗമില്ല. നിങ്ങൾ ഏതായാലും ഇപ്പോ കേരളത്തിൽ നിന്ന് ഒരാഴ്ചയോളം ഇവിടെ അഡ്മിറ്റ് ആയതല്ലേ, നിങ്ങളെ സമാധാനത്തിന് വേണ്ടി ഒരു ടാബ്ലറ്റ് എന്ന നിലയ്ക്ക് ഒരാഴ്ചക്ക് ടാബ്ലറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഈ മാസം 8-ാം തീയതി, 10 ദിവസം മുമ്പ് 8-ാം തീയതി ഞാൻ മലപ്പുറത്ത് കാടാമ്പുഴയിൽ വീട്ടിലിരിക്കുമ്പോൾ അസറിന്റെ ശേഷം മൊയ്തുട്ടി ഹാജിയും അദ്ദേഹത്തിന്റെ ഭാര്യയും വന്നിട്ട് പറഞ്ഞു, തങ്ങളെ സന്തോഷം പറയാൻ വന്നതാണ്. 2 സ്വലാത്ത് ഞങ്ങൾക്ക് കഴിഞ്ഞു, 3-ാമത്തെ സ്വലാത്ത് 21-ാം തീയതി അല്ലേ, മറിച്ച് ഞങ്ങൾ വരാനിരിക്കുകയാണ്. ഇതാണ് റിപ്പോർട്ട്, പൂർണ്ണ ആഫിയത്തുണ്ട്, രോഗമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നും മൊയ്തുട്ടി ഹാജി ഇവിടെ വന്നിട്ടാണ് ഈ റിപ്പോർട്ട് തന്നത്. മാഷാ അല്ലാഹ്, ഇങ്ങനെ എത്രയോ എത്രയോ അത്ഭുതങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്. അത് മാത്രമല്ല, ഇന്നിപ്പോ ഞാൻ മഗ്‌രിബ് കഴിഞ്ഞ് റൂമിലിരിക്കുമ്പോൾ സൂഫി ഉസ്താദുണ്ട് റൂമിൽ, ഉടുപ്പിയിൽ കുന്താപുരത്തുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ട നാഫിദ് എന്ന് പറയുന്ന 3.5 വയസ്സുള്ള കുട്ടി. ബ്ലഡ് ക്യാൻസർ ആണ്. മംഗലാപുരം ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ കൈവിട്ട അവസ്ഥയിലായിരുന്നു. ഇവിടത്തെ സ്വലാത്ത് മജ്‌ലിസുമായി ബന്ധപ്പെട്ടു. ഇന്ന് ആ കുട്ടിക്ക് ക്യാൻസറിന്റെ അംശം ശരീരത്തിൽ ഇല്ല എന്ന റിപ്പോർട്ടുമായിട്ട് ഇന്ന് മഗ്‌രിബിന്റെ ശേഷം കുന്താപുരത്ത് നിന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 14 വർഷമായി കല്യാണം കഴിച്ചു മക്കൾ ഉണ്ടാവാൻ ഒരു ചാൻസുമില്ലെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുകോളിയിലുള്ള സുഹൃത്ത് ഇന്നൊരു കുട്ടിയുടെ പിതാവാണെങ്കിൽ, ഞാൻ പറഞ്ഞു 23 വർഷമായി കല്യാണം കഴിച്ചു മക്കൾ ഉണ്ടാകാൻ ഒരു ചാൻസുമില്ലെന്ന് പറഞ്ഞ നമ്മുടെ മേർക്കള യൂസുഫ് എന്ന് പറയുന്ന സുഹൃത്ത് എന്നൊരു കുട്ടിയുടെ പിതാവാണെങ്കിൽ, തളങ്കര മാലിക് ദീനാർ മഹല്ല് ജമാഅത്തിൽപ്പെട്ട ഉസ്മാൻ എന്നൊരു കുട്ടിയുടെ പിതാവാണ്. 22 വർഷമായി കല്യാണം കഴിച്ച് ഈ മജ്‌ലിസുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ, മാരകമായ രോഗങ്ങൾ പിടിപെട്ട് 2 കിഡ്നിയും ഫെയിൽഡായിട്ട് ഡയാലിസിസ് പോലും നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ രോഗികൾ മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ച് ഈ മജ്‌ലിസിലേക്ക് എത്തിയിട്ട് സുഖം കിട്ടിയ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ബായാർ എന്ന് പറയുന്ന കുഗ്രാമത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് മാസാമാസം ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും, കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും, കർണാടകയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും, ബോംബെയിൽ ഉൾപ്പെടെ ബോംബെയിൽ നിന്ന് ഇന്ന് ജുമഅക്ക് വേണ്ടിയിട്ട് മംഗലാപുരത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ സ്വലാത്തിന് മാത്രം വന്നതാണെന്ന് പറഞ്ഞിട്ട് മഗ്‌രിബിന്റെ ശേഷം വന്ന് പറഞ്ഞ സുഹൃത്തുക്കളുണ്ട്. ഗുജറാത്തിൽ നിന്ന്, ഗോവയിൽ നിന്നടക്കം നമ്മുടെ മഹത്തായ മജ്‌ലിസിൽ ഇന്നലെ തന്നെ യാത്ര പുറപ്പെട്ട് ഇന്ന് ജുമഅക്ക് എത്തിയവരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ സദസ്സ് അത് ചെറിയ സദസ്സല്ല. ഇമാം ബുഖാരി അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിലെ ഹെഡിങ് ഇമാം ബുഖാരി കൊണ്ടുവന്നത് കൈഫ കാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന ഹെഡിങ്ങിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഹദീസ് മുതഅല്ലിമീങ്ങൾക്ക് അറിയാം. ഏതാ ഹദീസ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അല്ലേ? ദീർഘിച്ച് സംസാരിക്കാൻ സമയമല്ല, ഞാൻ ഇപ്പൊ നിർത്തും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയം എല്ലാ അമലും മഖ്ബൂലാകണമെങ്കിൽ, ഖബൂലാകണമെങ്കിൽ നിയ്യത്ത് ലാസിമാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത്, വുളു എടുക്കുമ്പോൾ നിയ്യത്ത്, റസൂലിന് നിയ്യത്ത്, കുളിക്കുമ്പോൾ നിയ്യത്ത്, സൗമന് നോമ്പിന് നിയ്യത്ത് അല്ലേ? എല്ലാത്തിനും നിയ്യത്ത് വേണം. പക്ഷേ നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരു സൽക്രമമുണ്ട്. പരദൂഷണം പറഞ്ഞാൽ പറയപ്പെട്ടവന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തവന്റെ, പരദൂഷണം പറഞ്ഞവന്റെ ഫായിലിന്റെ അഅ്മാലിന്റെ സവാബൊക്കെ മഫ്ഊലിന് അല്ലാഹു ആഖിറത്തിൽ പകരം കൊടുക്കും, പറയപ്പെട്ടവന് പകരം കൊടുക്കും. അങ്ങനെ പകരം കൊടുക്കാത്ത ഒരു പുണ്യകർമ്മമുണ്ട്. പരദൂഷണം എന്ന് പറഞ്ഞ വലിയ തെറ്റാ. ആലിമീങ്ങളെ ചീത്ത പറയാൻ വേണ്ടി കുറെ ആൾക്കാർ, തങ്ങന്മാരെ കുറവാക്കാൻ കുറെ ആൾക്കാർ, പരസ്പരമായിട്ട് പിച്ചി ചീന്തി കുറവാക്കി ഈബത്തും നമീമത്തും ഫിത്നയും ഫസാദുമായിട്ട് കുറെ ആളുകൾ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇയ്യാകും വൽ ഐബത ഫഇന്നൽ ഐബത അശദ്ദു മിനസ് സിന, നിങ്ങൾ പരദൂഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി, സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നീറുന്ന മനസ്സോടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞ ഖാലിസായ തൗബ,
മഹാന്മാര് പറഞ്ഞില്ല അദ്കിയലുത്തുലുബ് മതാബം ബിന്നദാമതി മുഖ്ലിഹ വബിഅസ്മി തർക്കി ദംബി ഫീമാ ഇസ്തഖ്ബലാ വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. മനസ്സ് വിഷമിച്ചു അത്തൗബത്തു അന്നദം, ആ നിലക്ക് അങ്ങേയറ്റത്തെ ഖേദത്തോടെ അല്ലാ ഞാൻ ശൈത്വാന്റെ ചതിയിൽ അകപ്പെട്ട് വ്യഭിചാരത്തിൽ പെട്ടുപോയി, എനിക്ക് മാപ്പാക്കണം റബ്ബേ ഒരു വ്യഭിചാരി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് തൗബയുടെ ഷർത്ത് പാലിച്ചുകൊണ്ട് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അല്ലാഹ് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം. പക്ഷേ നീ നിന്റെ മുസ്ലിമായ നിന്റെ സഹോദരന് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ, കുറവാക്കിയിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, നിസാരപ്പെടുത്തിയിട്ടുണ്ടോ, നിന്ദിച്ചിട്ടുണ്ടോ എങ്കിൽ അവനെ പിടിച്ച് അവനോട് മാപ്പ് ചോദിച്ച് അവൻ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അത്രയും വലിയ തെറ്റാ ഗീബത്ത്. ഓരോ വിഷയം വരുമ്പോ പരിശുദ്ധ ഇസ്ലാം അതിന്റെ ഗൗരവം അറിയിച്ച് താക്കീതായിട്ടാണ്. ഗീബത്ത് വരുമ്പോ ഗീബത്തിനെ താക്കീത് എനിക്ക് പറയും, വ്യഭിചാരം വരുമ്പോ അങ്ങനെ പറയും. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഇമാം ബുഖാരി സ്വഹീഹിൽ പറഞ്ഞു വലാ തഖറബു സിന. പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഓരോന്ന് അങ്ങനെ പറയല്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഗീബത്ത് പറഞ്ഞാൽ പറയപ്പെട്ട ആൾക്ക് അല്ലാഹു അമലുകൾ ആഖിറത്തിൽ പകരം കൊടുക്കുമെങ്കിൽ പകരം കൊടുക്കാത്ത ഒരു പുണ്യകർമ്മമുണ്ട്. ഏതാണത്? തമാശയിൽ പോലും റിയാന് വേണ്ടി ചൊല്ലിയാൽ പോലും അല്ലാഹു കബൂലാക്കുന്ന പരിശുദ്ധമായ ഖുർആനിൽ അഹ്സാബ് സൂറത്തിൽ അല്ലാഹു മലായികത്തും നിർവഹിക്കുന്നു എന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും മലായികത്തും നിശ്ചയം നിർവഹിച്ചു ഹബീബായ തങ്ങൾക്കുള്ള സ്വലാത്ത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും അതാ നിർവഹിക്കണം, നിങ്ങളും ചൊല്ലണം, സ്വലാത്തും സലാമും പറയണം. ഖുർആനിന്റെ ആഹ്വാനമാണ്. അത്രയും വലിയ സൽക്രമം പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം അല്ലാഹ് എടുത്തു പറഞ്ഞ് വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അദീമാ. ആ വലിയ സ്ഥാനത്തിന്റെ ഉടമയുമായിട്ട് കണക്ഷൻ നിലനിർത്തുന്ന ഏറ്റവും വലിയ ദിക്റുണ്ട് മുസ്ലിമീങ്ങളെ. ഏതാണ് ആ ദിക്ർ? ഇന്ന സ്വലാത്ത ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുകും അലയ്യ സ്വലാ. ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവർ അക്തറുകും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് പെരുപ്പിക്കുന്നോ ആ മഹത്തായ സൽക്രമം ഏതാണത്? അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്. ആ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല, തീരാത്ത കാര്യങ്ങളില്ല, നേടിയെടുക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല. ഇത് ബായാറ് തങ്ങൾ പറയല്ല, ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ അവിടുത്തെ പ്രിയ ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിർത്തി പറഞ്ഞു, തങ്ങളെ ഞാൻ തങ്ങളെ പേരിൽ എന്റെ ജീവിതത്തിലെ 1/4 സ്വലാത്ത് പറയട്ടെ. ഹബീബ് പറഞ്ഞു, ഖാല നഅം ഫഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക. നീ അങ്ങനെ ചെയ്തോ, അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്കത് പുണ്യമാണ്. സുഹാബി പറഞ്ഞു, തങ്ങളെ എങ്കിൽ എന്റെ ജീവിതത്തിലെ 3/4 ഇതുപോലെ തങ്ങൾ മറുപടി മടക്കി. ഈ സുഹാബി പറഞ്ഞു, തങ്ങളെ എന്റെ ജീവിതത്തിലെ പകുതി ഭാഗം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ. തങ്ങൾ അപ്പോഴും ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉബയ്യ് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, എങ്കിൽ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഫർളായ അഅ്മാലുകൾ കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന, ബാക്കി ലഭ്യമാകുന്ന മുഴുസമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, അവിടത്തേക്ക് സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ഖാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ തങ്ങൾ പറയാണ്, മോനെ ഉബയ്യേ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളെ പഠിപ്പിക്കാൻ ഹബീബായ തങ്ങൾ സ്വഹാബിയിലൂടെ സാക്ഷ്യപ്പെടുത്തി ലോകത്തിന് നൽകുന്ന വിവരം
ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറ. മോനെ ഉബയ്യേ, നിന്റെ ദുനിയാവിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ, ഏതെല്ലാം വിഷമങ്ങളുണ്ടോ, മുഴുവനും തീർന്നു കിട്ടാൻ, കാര്യങ്ങൾ എളുപ്പമാകാൻ, രോഗങ്ങൾ സുഖപ്പെട്ടു കിട്ടാൻ, മുഴുവത്തിനും പരിഹാരമായിട്ട് നിനക്ക് സ്വലാത്ത് മതിയാകുന്നതാണ്. തീർന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, സഖാഫിമാര്, ഉസ്താദുമാര്, ഉലമാ, സാദാത്തുക്കൾ ഇവിടെ വന്നത് എന്തിനാണ്? നിങ്ങളൊക്കെ ദൂരെ ദൂരെ സ്ഥലത്തുനിന്ന് അറിയില്ലേ, ഒരു ഗ്ലാസ് ഒരു മുറുക്ക് വെള്ളം കിട്ടണം, ഒരു ബോട്ടൽ വെള്ളം 15 റുപ്യ കൊടുത്തിട്ട് വാങ്ങണം എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇന്ന് ഈ സദസ്സിൽ കിട്ടാൻ പ്രയാസമുണ്ട്. ഇത്രയും ത്യാഗം സഹിച്ചിട്ട് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ ഇവിടെ ഉണ്ട്. മംഗലാപുരത്തെ AJ ഹോസ്പിറ്റലിൽ നിന്ന്, യൂണിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന്, ഫാദർ മുല്ല ഹോസ്പിറ്റലിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരെ അതാ ചികിത്സയിലുള്ള രോഗികൾ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. അവർ രോഗത്തിന് സുഖം കിട്ടാൻ, ആഫിയത്ത് കിട്ടാൻ, സുഹത്ത് കിട്ടാൻ, സലാമത്ത് ഉദ്ദേശിച്ചു വന്നതാണ്. സൗണ്ട് കേൾക്കുന്ന ഉമ്മ, സൗണ്ട് കേൾക്കുന്ന സഹോദരന്മാര്, ഇവിടത്തെ ഉമ്മ ബാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ കൂട്ടുകുടുംബത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യ മക്കൾക്ക്, ഇവിടത്തെ സ്നേഹത്തിന്, ബന്ധത്തിന്, വീടിന്, നാടിന്, ഫ്ലാറ്റിന്, അധികാരങ്ങൾക്ക്, സ്വാധീനത്തിന്, താല്പര്യത്തിന്, ഭംഗിക്ക്, ആരോഗ്യത്തിന് ഒന്നിനും നിലനിൽപ്പില്ല. അതറിഞ്ഞ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് ലോകം മൊത്തം മുഅ്മിനീങ്ങൾ സന്തോഷം അവിടത്തേക്ക് മദ്ഹുകളും മൗലിദുകളും പാരായണം ചെയ്യുന്ന അവസരത്തിൽ ആ മഹാന്മാരായ ഔലിയാക്കളുടെ അഖ്വാൽ എന്താണ്, അവരുടെ അറിയിപ്പ് എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറതു ദാറുൽ ഖുലൂദ് കമാ ഖാല തആല വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. എല്ലാം നശിക്കും. ഒരു ദിവസം ശ്വാസം അടങ്ങി ഖബറിലേക്ക് ഒരു യാത്ര ഉണ്ട്. അങ്ങനെ സക്കറാത്തിന്റെ സമയം നിന്റെ അടുക്കൽ മലായികത്ത് വന്നിട്ട് കാണിക്കും. അങ്ങ് മദീന മുനവ്വറയിലെ പച്ച കുബ്ബയിൽ വെച്ച് ലോക മുസ്ലിങ്ങളെ മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചിട്ട് ചോദിക്കും, അറിയോ, പരിചയമുണ്ടോ, അറിയോ? നല്ല സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ച് ആലിമീങ്ങളെ സാദാത്തുക്കളെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്ന വ്യക്തികൾ അവര് പറയാണ്, തങ്ങളെ മുഹബ്ബീങ്ങള് സ്വലാത്ത് മജ്ലിസിൽ ത്യാഗം സഹിച്ച്, വിഷമം സഹിച്ച്, ദൂരദിക്കുകളിൽ നിന്ന് വലിയ പ്രയാസത്തോടെ ഹബീബായ തങ്ങളെ ഇഷ്കിലെത്തിയ മുഅ്മിനീങ്ങൾ അവര് പറയുന്നു, ജവാബ് പറയുന്നു, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, എനിക്ക് പരിചയം ഉണ്ട്. ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നിലക്ക് ആഖിബത്ത് നന്നാകാൻ, തങ്ങളെ കണ്ട് തബസ്സുമിൽ പോകാൻ സ്വലാത്ത് വലിയ കാരണമാണ്. മുസ്ലിമീങ്ങളെ തീർന്നിട്ടില്ല. ഒരു മനുഷ്യൻ മരണമടഞ്ഞ് അതാ അവന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ട് അവന്റെ മേൽ ഹക്കുള്ള വിഷയങ്ങളൊക്കെ ചെയ്തിട്ട് മറ്റു മുസ്ലിമീങ്ങൾ ഖബറിലേക്ക് ജനാസ അടക്കി കഴിഞ്ഞാൽ, ഖബറിലേക്ക് യാത്രയാക്കിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഭീതിയുള്ള ആദ്യ ദിനങ്ങൾ ഖബറിലെ ആദ്യത്തെ 3 ദിനങ്ങളാണ്. ഖബറിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ഇദാ ജാഅകൽ മലകാനിൽ കരീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ അലൈഹിമസ്സലാം. മലായികത്ത് വന്നിട്ട് ചോദ്യം ചെയ്യുമ്പോ, അല്ലാഹനറിയോ, തങ്ങളറിയോ, ആരാണ് റബ്ബ്, ആരാണ് നബി എന്ന് ചോദിക്കുമ്പോ മറുപടിയില്ലാതെ വിഷമിക്കുമ്പോൾ എന്താണ് മറുപടി കിട്ടാത്തത്? ഇവിടെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് തങ്ങന്മാരെ നിസാരപ്പെടുത്തി അയൽവാസികളുമായിട്ട് പിണങ്ങി കുടുംബ ബന്ധം മുറിച്ച് അഹങ്കാരികളായി